ഭാഗ്യഷേപ്പിൻ കണ്ടെത്തൂലുള്ള മെസ്സേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങള് കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഈ അടുത്ത കുറച്ച് കാലമായിട്ട് പള്ളികളിലുള്ള ഉത്സവങ്ങളിലെല്ലാം വെക്കുന്ന ഒരു പാട്ടാണ് പാലാ പള്ളി തിരുപ്പള്ളി എന്നൊക്കെ പറഞ്ഞത്. ഭയങ്കര ഹിറ്റ് പാട്ടാണ് കേട്ടോ. എല്ലായിടത്തും ആ പാട്ട് കേൾക്കാം. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ചിരിയാണ് വരാറുള്ളത്. കാരണം ഷാജിക്കനത്തിന്റെ കടുവ എന്ന് പറഞ്ഞ സിനിമയുള്ളതാണ് ആ പാട്ട്. ആ സിനിമയിൽ കാണിക്കുന്നത് ഒരു പള്ളിയിലെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറി അയാളുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന സീൻ കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് ആ പള്ളി വികാരികൾ അല്ലെങ്കിൽ വൈദികർ പീഡന കേസുകൾ പ്രതിയായിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ഈ ബാലൻ കെ നായരോ അല്ലെങ്കിൽ ടി.ജി. രവിയോ ഒക്കെ സിനിമയിൽ കാണിക്കുന്നത് പ്യൂർലി ഒരു 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 റേപ്പ് അറ്റംപ്റ്റ് നടത്തുന്ന ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു? ഞാനിതുവരെ വായിച്ചിട്ടില്ല കേട്ടോ. ഇത് അതുപോലെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഇത്രയധികം എന്താ പറയുന്നത്, ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലാകാലമായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ഹിന്ദു മതത്തെയാണ്. ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഇത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഈ മത വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതി വ്യത്യാസങ്ങൾ എന്ന് പറയുന്ന സാധനം ഇവർ ഈ എടുത്ത് പുറത്ത് വെക്കുന്ന ജാതി വ്യത്യാസം ഒന്നും അത് അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കൾക്കിടയിൽ കേരളത്തിലെങ്കിലും ഇല്ല എന്നുള്ള കാര്യം ഹിന്ദുക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഹിന്ദുക്കളെല്ലാം ഒരേ ക്ഷേത്രത്തിൽ പോകുന്നു, ഒരേ രീതിയിൽ ആരാധിക്കുന്നു, പിന്നെ എന്താ പറയുന്നത്, ഒരേപോലെ പ്രാർത്ഥിക്കുന്നു. ഒരു വിഭാഗവും മറ്റൊരു വിഭാഗം ഹിന്ദുക്കൾ അല്ല എന്ന് പറയുന്നില്ല. ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ കൊല്ലാൻ നടക്കുന്നില്ല. ഒരു വിഭാഗം അമ്പലത്തിൽ കയറിയാൽ മറ്റേ വിഭാഗം അവരെ അടിച്ച് ഓടിക്കുമെന്ന് പറയുന്നില്ല. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങളെ കല്യാണം നടത്തി തരുമെന്ന് പറഞ്ഞാൽ നടത്തി തരില്ല എന്ന് ഒരു ഹിന്ദു ക്ഷേത്രത്തിലും പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ മറ്റു വിഭാഗങ്ങൾ നടക്കുന്ന സാധനങ്ങളെക്കാൾ എന്ത് തേങ്ങയാണ് ജാതി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എന്റെ സുഹൃത്തുക്കൾ, ഈ ക്ലബ് ഹൗസ് ഞാൻ പരിചയപ്പെട്ട നിരവധി ശബ്ദം കൊണ്ട് അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ തന്നെ കുറച്ച് പേര് ഞാൻ നേരിട്ട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. എനിക്കാരും ഇവരുടെ ജാതിയൊന്നും എനിക്കറിയില്ല. അറിഞ്ഞിട്ട് എനിക്കെന്ത് ചെയ്യാനാണ്? എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ജാതി എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഈ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാര് ഇതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആരാണ്? അപ്പൊ അടുത്ത പൊട്ടൻഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടതിനുള്ള ആക്രമണങ്ങൾ പതുക്കെ തുടങ്ങുന്ന ഒരു സൈഡിൽ കൂടെ. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം ഇതിനകത്ത് അസ്പശ്യരായി തുടരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ ജോസഫ് സാറിന്റെ കൈവെട്ട എന്നൊരു സാധനമാണ്. അതിനുശേഷം മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പേര് തന്നെ നോവലുകളിലോ സിനിമകളിലോ കവിതകളിലോ എല്ലാത്തിനും അപ്രത്യക്ഷമായി. ഒരിക്കലും വെക്കില്ല. കാരണം ഈ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അഫ്ഗാൻ ടീമിന് മുഹമ്മദ് നബി, ഒരു പ്ലെയറിന്റെ പേര് മുഹമ്മദ് നബി എന്നാണ് അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിന്റെ. അയാൾ വെറും ഡാഷ് ബാറ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ ഇവിടെ ധൈര്യമുണ്ടോ? ഇല്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ മുഹമ്മദ് നബി സംപൂജ്യനായി തിരിച്ചെത്തി എന്ന് എഴുതാൻ ഇവിടെ ധൈര്യമുണ്ടോ? ഇല്ല. അത്രയുള്ളൂ കാര്യം. ആ ഭയമാണ് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിരവധി സാധനങ്ങൾ ഈ പറയുന്ന നടക്കാത്തതൊക്കെ സിനിമയെ കാണിക്കുന്നുണ്ടല്ലോ. ഇന്നേ വരെ ഒരു സിനിമയിൽ നിങ്ങൾ ഒരു മദ്രസ വിടണം, ബാക്കി എല്ലാം ഉണ്ട്. ഇവിടെ ഡെയിലി എന്നുള്ള കണക്കിന് ഇവിടെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണെന്ന് ഓർക്കുക. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ക്ലബ് ഹൗസിന്റെ ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ചർച്ച മദ്രസ പീഡനങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു. ആൾക്കാര് ആവേശത്തോടെ അവരുടെ അനോണിമസ് ആയിട്ടുണ്ടായിരിക്കും അവരുടെ അനുഭവങ്ങളും അവർ നേരിട്ട് അനുഭവിച്ചതും അവർ കണ്ടതുമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചർച്ച ക്ലബ് ഹൗസിന്റെ ചരിത്രത്തിൽ മദ്രസ പീഡനങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. ഈ ഇത്രയും റിലവന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് എവിടെയെങ്കിലും ഒരു റഫറൻസ് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് കാണിക്കില്ല. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള ഭയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം വളരെ ആദരവോടെ, അതായത് ഞാൻ ഒരു എന്താ പറയുന്നത്, ഒരാൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ഒരു സീൻ കാണിക്കുമ്പോൾ അതിലൂടെ 100 പരിഹാസങ്ങൾ അതിലൂടെ ഇറക്കും. അന്ധവിശ്വാസി, അവിശ്വാസി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോൾ മറ്റേ നിസ്കരിക്കുന്ന സീൻ വരുമ്പോ അവിടെ മറ്റേ BGM എന്താണെന്നോ അതിന്റെ എന്താണെന്നോ ഒന്നാലും ഇത് ഇന്നലെ തുടങ്ങിയല്ല. നിങ്ങൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഈ എന്താ പറയുന്നത്, ലാൽ ജോസ് എന്ന് പറഞ്ഞ മലയാളത്തിൽ വളരെ അദ്ദേഹത്തിന് ഒരു അജണ്ട ഉള്ളതോ അദ്ദേഹത്തിന് വളരെ നിഷ്കളങ്കമായ സിനിമകളൊക്കെ എടുക്കുന്ന ആ ജനറേഷൻ അവസാനത്തെ ഒരാളാണ് ലാൽ ജോസ്. ലാൽ ജോസിന്റെ സിനിമയുണ്ട് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞിട്ട്, ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും കൂടെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു പക്ഷെ അത് യൂട്യൂബിൽ ഇപ്പോഴും കാണും കേട്ടോ, വിക്രമാദിത്യൻ എന്ന് പറഞ്ഞത്. അതിൽ 2 പേരുടെ കഥയാണ് പറയുന്നത്, വിക്രമനും ആദിത്യനും 2 പേരും. ഒരാൾ കള്ളന്റെ മകനും ഒരാൾ പോലീസുകാരന്റെ മകനും. കഥയൊക്കെ പോട്ടെ. ഇതില് ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഇവർ 2 പേരും ഹിന്ദുക്കളാണ്. ഇതിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ആദ്യം കാണിക്കുന്ന പുള്ളി ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്നത്, അമ്പലത്തിൽ പോയി തൊഴിലും തിരിച്ചു വരുന്ന, കറുത്ത ഡ്രസ് കേട്ട് മാലയൊക്കെ ഇട്ട് തിരിച്ചു വരുന്ന, കുറിയൊക്കെ ഇട്ട് തിരിച്ചു വരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ആ സീൻ നിങ്ങളൊന്ന് നോക്കുക.
അതിന്റെ BGM നോക്കും, അപ്പൊ കാണിക്കുന്ന ദൃശ്യങ്ങൾ നോക്കും. എന്താണ് ഈ കാണിക്കുന്നത്? അതിന്റെ റിലവൻസ് എന്താണെന്ന് ഇന്നേ വരെ ഒരാൾ ലാൽ ജോസിനോട് ചോദിച്ചിട്ടില്ല. അതായത് യാ അള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചാട്ടമാറുകൊണ്ട് ദേഹത്ത് അടിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഇത് എന്തിനാണ് ഈ സീനൊക്കെ കാണിക്കുന്നത്? ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മുസ്ലിം ആണെന്ന് ഇങ്ങനെ അടിവരയിട്ട് കാണിക്കുകയാണ്. ആ നടൻ മുസ്ലിം ആണെന്ന് അടിവരയിട്ട് കാണിക്കുകയാണ്. എന്തിനാണ് ഒരു ഹിന്ദു ക്യാരക്ടർ ശബരിമലയിൽ പോയിട്ട് വരുന്ന സീനിൽ ഈ ഇതൊക്കെ കാണിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് എന്തൊക്കെ സിനിമകൾ ആ പുരോഗമനവാദിയായ ആഷിഖ് കപൂർ എടുത്ത ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ മമ്മൂട്ടി വലിയ ഡോണാണ്. അയാള് എല്ലാം തകർന്നു കഴിയുമ്പോൾ അജ്മീർ ദർഗയിൽ പോയി ഒരു വലിയ BGM ഒക്കെ ഇട്ട് ഒരു നിസ്കരിച്ചിട്ട് സർവ്വശക്തനായി തിരിച്ചു വരികയാണ്. ഇതിന് പകരം നായകൻ വല്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുന്ന കാണിച്ചിരുന്നെങ്കിൽ രഞ്ജിത്തൊക്കെ ഒരു കാലഘട്ടത്തേക്ക് വല്ല കൈ കണക്കുണ്ടോ? ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ജനറേഷനെയാണ്. ഇത് പറഞ്ഞ് 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 അവരെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അവരുടെ തലയിലേക്ക് തിരികെ കയറ്റുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ മലയാള സിനിമകളിൽ ഇന്റർ കാസ്റ്റ് മാരേജ് കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ അതിന് ലക്ഷ്യമാക്കി പ്രണയിക്കുന്ന ഇതില് പെൺകുട്ടി എന്ന് പറയുന്നത് എപ്പോഴും കൃത്യമായിട്ട് ഹിന്ദു പെൺകുട്ടി. മറ്റേ മനുഷ്യൻ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, പെൺകുട്ടി എപ്പോഴും ഹിന്ദു. അല്ലാതെ ഇത് തിരിഞ്ഞൊരു സാധനം ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ റയറായിട്ടേ കാണാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക. പക്ഷെ മറ്റേത് പ്രശ്നമല്ലേ? പ്രശ്നമാണ്. അതാണ് അത് കാണിക്കാതിരിക്കുന്നത്. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് തിരിച്ചറിയുക, ഇത്തരം സിനിമകളെ അവോയ്ഡ് ചെയ്യുക, എന്താ പറയാ വലിച്ചെറിയുക. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടും കേട്ടോ. പക്ഷെ അതൊരിക്കലും എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർ പലരും പഠിക്കുന്നുണ്ട്, പുറത്തുപോയി ജോലി ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് അവർക്ക് പ്രണയമൊന്നും ഉണ്ടാവാറില്ലേ? അവർ അന്യജാതിപ്പെട്ട ആരെയും പ്രണയിക്കാറില്ല. അതൊന്നും ഒരു സിനിമയെ കാണിക്കാത്തത് എന്താണ്? കാണിക്കില്ല, അത്രയേ ഉള്ളൂ. കാണിക്കുന്ന എല്ലാം മറ്റേ മൊഹബത്ത് ചന്ദ്രുജി മ്യൂട്ട് ആണട്ടാ. സോറി, ഞാൻ ഒരുത്തരം താഴേക്ക് ഇടാൻ പോയപ്പോ എന്റെ കൈ തട്ടിവിട്ടായിരുന്നു. അതുപോട്ടെ. ഇവിടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമയും ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമ, ഇത് രണ്ടും ഒരു മലയാളി ഡയറക്ടർ മലയാളി അഞ്ജലി മേനോൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഒരെണ്ണം അവർ ഡയറക്ട് ചെയ്ത്, ഒരെണ്ണം അവർ കഥ എഴുതിയത്. ഈ രണ്ട് സിനിമകൾ നിങ്ങൾ നോക്കും. ബാംഗ്ലൂർ ഡേയ്സിൽ എന്താണ് കാണിക്കുന്നത്? ഒരു ഹിന്ദു പെൺകുട്ടി, അവള് നല്ലവണ്ണം പഠിക്കുന്നതാണ്. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്യോത്സ്യൻ നോക്കിയിട്ട് പറയുകയാണ് അവളുടെ ജാതകം അനുസരിച്ച് ഇപ്പൊ നടന്നില്ലെങ്കിൽ പിന്നെ 40 വയസ്സിലെ കല്യാണം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ +2 കഴിഞ്ഞ കുട്ടീനെ കൊണ്ടുപോയിട്ട് യാതൊരു ഏജിലോ ജോലിയിലോ സ്വഭാവത്തിലോ യാതൊരു സാദൃശ്യമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതായത് നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഒരു മനുഷ്യൻ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് ആലോചിക്കും. നിങ്ങൾ 18 വയസ്സ് വേണ്ട 20 വയസ്സായ നിങ്ങളുടെ മകളോടൊന്ന് പറയും നാളെ നിന്റെ കല്യാണം ആലോചിക്കണം, നിനക്ക് പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞാല് കൊച്ചു ചൂലെടുത്ത് നമ്മളെ അടിക്കും. പല സംശയമുണ്ടോ? മനസ്സിലായില്ലേ? ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെ ആ കുട്ടി ദൃഷ്ടി ഒന്നും പറയാനില്ലാതെ എന്താ പറയാ മിണ്ടാതെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. പോട്ടെ, അതാണ് ഇവര് കാണിക്കുന്നത്. ഇനി ഇതേ അഞ്ജലി മേനോൻ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ്, അവൻ ഹീറോ വന്നിട്ട് പെണ്ണ് കാണാൻ പോകണം. അപ്പൊ പെൺകുട്ടിയോട് പറയാണ് അവൻ വലിയ കുടുംബത്തിലാണ്, പക്ഷെ പുള്ളിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം, പുള്ളിക്ക് ഷെഫ് ആവാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഔട്ട്റൈറ്റ് ആയിട്ട് പെൺകുട്ടി അവനെ റിജക്ട് ചെയ്യാണ്. ഷീ ജസ്റ്റ് വാക്സ് ഔട്ട്. മനസ്സിലായില്ലേ? അത്രയും ലിബർട്ടിയാണ് അവർക്കുള്ളത്. ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പുറത്ത് എന്താണ് കാണിക്കുന്നത്? +2 കഴിഞ്ഞ് ഇത് രണ്ടും എഴുതുന്ന ആരാണ്? ഒരു ഹിന്ദു വനിതയാണ്. മറ്റുള്ളവരുടെ വിശ്വാസം സമീപിക്കുമ്പോൾ എത്രത്തോളം ബഹുമാനത്തോടെ, എത്രത്തോളം ആദരവോടെ ആണ് അത് സമീപിക്കുന്നത് നോക്കുക. നമ്മുടെ ഇത് വരുമ്പോഴത്തേക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് ഇന്നലെ തുടങ്ങിയല്ല. ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഇത് കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്യാനും മലയാളികൾ ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയുന്ന സിനിമകളൊന്നും 2 ദിവസം പോലും ഓടാതെ പെട്ടിയിലിരിക്കുന്നത്. അതിന് OTT ഇത് പല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര മഹത്തായ സിനിമയാണ്, ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് എന്നൊക്കെ പറയട്ടെ. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞൊരു കുറച്ച് പഴയ സിനിമയാണ്. മറ്റേ മുരളി ഗോപി തിരക്കഥ എഴുതിയ സിനിമ. അതിനകത്ത് ഒരു സീൻ കേട്ടോ, തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് ഒരാളെ എന്താ പറയാ കാശ് തരാനുള്ള ഓടിക്കുമ്പോൾ അയാൾ ഓടിപ്പോയിട്ട് കയറുന്നത് ശാഖ നടക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഈ ഓടിക്കുന്നവൻ മുസ്ലിമാണ്. അവൻ അവിടെ വരുമ്പോൾ നിറച്ച് നിൽക്കും. ഈ ശാഖ നടത്തരുതെന്ന് ചോദിക്കുന്നത് എന്താണ് ഇത്, നിനക്കെന്താ ഇതേയുള്ള പരിപാടി എന്ന് പറഞ്ഞു. അവര് വീണ്ടും അവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതായത് അവൻ ഓടി കയറുന്നത് ഈ RSSന്റെ ശാഖ നടക്കുന്ന ആ സ്ഥലത്തേക്കാണ്. ഈ ഒരു സീൻ കാണിച്ചതിന്റെ പേരില് മുരളി ഗോപി അന്ന് മലയാളത്തിൽ കേട്ട തെറിക്ക് കൈയും കണക്കില്ല. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്താണ്. കാരണം കോട്ടയ്ക്കകം എന്ന് പറയുന്നത് അവിടെ കുറെ
എന്താ പറയുന്നത് RSS സ്ട്രോങ് ഹോൾഡർ സ്ഥലമാണ്. അവിടെ ശാഖകൾ നടക്കാറുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത ഒരു സീനാണ്. അല്ലാതെ അവിടെ DYFI ഓഫീസിലേക്ക് കയറുന്ന കാണിക്കാൻ പറ്റില്ല ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളത് കൊണ്ടായിരിക്കും അവരത് എടുത്തത്. പക്ഷെ അതിന്റെ പേരിൽ ഇത്രയങ്ങ് വയലന്റ് ആവുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ മലയാള സിനിമയെ കാണിച്ചിട്ടുള്ള രക്ഷകൻ എന്ന് പറയുന്നത് എപ്പോഴും മാർക്സിസ്റ്റുകാരനാണ്. DYFI കാരനാണ് സഖാവ് വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് മറ്റവനെ വരട്ടി വിടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതിന് പകരം RSSന്റെ ശാഖയിലേക്ക് ഓടി കയറുന്ന ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളിലെ ഒരു തിരിച്ചറിവിനുള്ള തുടക്കമാകുമെന്ന്. അതുകൊണ്ട് ആരും എല്ലാവരും കയറി നാളെ തൊട്ട് RSS നമ്മൾ രക്ഷിക്കൂ എന്നുള്ളതല്ല. പക്ഷെ അതൊരു തുടക്കം. കാരണം ഇവന്മാരെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ് അധികാരത്തിൽ വന്നത്. ഈ KPCയുടെ നാടകങ്ങളിലൂടെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലുള്ള നാടകങ്ങളിലൂടെ ഈ തൊഴിലാളി വർഗത്തിന്റെ ദുഃഖം. ഞാൻ എപ്പോഴും പറയുന്നത് കേരളം നന്നാവത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ഒരു വലിയ ഞാൻ ഈ ഇടയ്ക്ക് എന്റെ കുട്ടിയുമായിട്ട് പോകുമ്പോൾ ഞാൻ പറയും ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയോട് ചോദിച്ചാൽ പറയും കുറെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമായി കെട്ടിപ്പടുത്തെടുത്ത ബിൽഡിംഗ് ആണ് ഇതെന്ന് പറയും. കുറെ തൊഴിലാളികൾ രാവിലെ തോബയും പിക്കാസുമായിട്ട് വന്നാൽ ഈ കെട്ടിടം ഉണ്ടാവുമോ? ഇല്ല. ഇതിനാദ്യമായിട്ട് ഇൻവെസ്റ്റർ വേണം, ഇതിനൊരു ഡിസൈൻ വേണം, ഇതിനൊരു പ്ലാൻ വേണം, ഇതിന്റെ സൂപ്പർവൈസേഴ്സ് വേണം. ഇങ്ങനെ നിരവധി ആളുകളുടെ പ്രയത്ന ഫലമായിട്ടാണ് ഈ സാധനം ഉണ്ടാകുന്നത്. അതിനകത്ത് ഒരു ഘടകം മാത്രമാണ് ഈ തൊഴിലാളി എന്ന് പറയുന്നത്. അല്ലാതെ തൊഴിലാളി പണിത് ഉയർത്തി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞ ശുദ്ധ മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം പറഞ്ഞാണ് ഒരു ജനതയെ മുഴുവൻ ഇവരെ, ഒരു തലമുറയെ മുഴുവൻ ഇവരെ ഹൈജാക്ക് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു ഫാക്ടർ മാത്രമാണ്. ഈ ഫാക്ടർ എന്ന് പറയുന്ന സാധനം എന്താണ്? അത് നാളെ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുമ്പോൾ റോബോട്ടിക്സും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഈ ഫാക്ടർ തന്നെ ഇൻസിഗ്നിഫിക്കന്റ് ആയേക്കാം. അത് തൊഴിലാളികൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ആവും. ഈ ഇടയ്ക്ക് ഒരാൾ പറയണ്ടായിരുന്നു, ഒരു 30-40 കൊല്ലം കഴിഞ്ഞ് യേശുദാസാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ കാണുക പോലും ഇല്ലായിരുന്നു. കാരണം ഇന്നത്തെ സിംഗിങ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അത് പാട്ട് മാത്രമല്ല, ദേ നീഡ് ടു പെർഫോം. അവർ പാട്ട് പാടണം, അതിനൊപ്പം ഡാൻസ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, യേശുദാസ് സ്റ്റേജിൽ നിന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ജയചന്ദ്രൻ പാട്ട് പാടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ തൊഴിലാളി വർഗത്തിന്റെ അധ്വാനം എന്നൊക്കെ പറയുന്ന സാധനം റോബോട്ടിക്സോ മറ്റു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇല്ലാതെ പോലും ആയേക്കാം. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കേണ്ടത് ഈ തൊഴിലാളികൾ മാത്രമല്ല ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാണ് ഇവരൊരു തലമുറയെ വഴിതെറ്റിട്ട് അത് അവർ നാടകങ്ങളിലൂടെ, നോവലുകളിലൂടെ, കഥകളിലൂടെ ഒക്കെയാണ്. അന്ന് സിനിമ കുറവാണ്, സിനിമ ഉണ്ടായിരുന്നു എങ്കിൽ പോലും. ഇതിന് ശരിക്കും ഒരു മലയാള സിനിമയിൽ ഒരു മാറ്റം വരുത്തിയത് T. ദാമോദരൻ മാഷാണ്. അദ്ദേഹത്തിന്റെ 3 സിനിമകൾ കേട്ടോ. അതിൽ 3ാമത്തെ സിനിമയാണ് എന്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ്. അതാണ് ഉണരു എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് ഡയറക്ടഡ് ബൈ മണിരത്നം. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദാറ്റ് മൂവി ഇൻ യൂട്യൂബ്. ഉണരു എന്നാണ് അതിന്റെ പേര്. മണിരത്നം ഡയറക്ട് ചെയ്ത ഏക മലയാളം മൂവിയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ T. ദാമോദരൻ. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഹൗ ഇറ്റ് ഗ്രോസ്, ഹൗ ഇറ്റ് ഗെറ്റ് കറപ്റ്റഡ് ആൻഡ് വാട്ട് ഇസ് ദ സൊല്യൂഷൻ. ഇത് കൃത്യമായിട്ട് അവർ ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ അറിവ് വെച്ചിട്ട് പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അത് ഉണരുമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൽമേഡ പോലെ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ഇറ്റ്. ഇറ്റ്സ് വർത്ത് വാച്ചിങ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അത് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരൊക്കെയാണ്. പക്ഷെ അത് കാലത്തിന് മുമ്പ് വന്ന ഒരു സിനിമ ആയതുകൊണ്ട് അറിയില്ല. ഈ നാടൊക്കെ ഈ നാട് ഇനിയെങ്കിലും ഉണരും. ഈ 3 സിനിമകളാണ്. ഇതിൽ ഉണരുവാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം. ഈ നാട് ഇനിയെങ്കിലും നല്ല സിനിമകൾ തന്നെയാണ്. ഇതൊക്കെ മലയാളി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എൽമേഡത്തെ പോലുള്ള ആൾക്കാർ അതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്, എസ്പെഷ്യലി ഉണരും. അത് ശരിക്കും എങ്ങനെയാണ് ഒരു സമൂഹം മാറുന്നത്, ചേഞ്ച് ആവുന്ന, ഒബ്ജക്റ്റീവ്സ് മാറുന്നത്, ഇതെല്ലാം ഒരു ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള